നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മളുടെ പർപ്പസിന് വേണ്ടി, നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ നേരിട്ട് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അതായത് വേറെ ആരും ഇതിനു മുന്നേ യൂസ് ചെയ്യാത്ത നമ്മൾ ഫ്രഷ് ആയിട്ട് പോയിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. അപ്പോൾ അത് കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സാണ് പറയുന്നത്. ഇപ്പോൾ കുറേ മെത്തേഡ്സ് ഉണ്ട്, സർവേ, അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അപ്പോൾ മെയിനായിട്ടുള്ള പ്രൈമറി സോഴ്സ് ഓഫ് കളക്ടിങ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ 11 പറയുന്നുണ്ട്. ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, സിമുലേഷൻ, ഇൻ്റർവ്യൂ, യൂസ് ഓഫ് ടെലിഫോൺ, പാനൽ മെത്തേഡ്, മെയിൽ സർവേ, പ്രൊജക്റ്റീവ് ടെക്നിക്ക്, സോഷ്യോമെട്രി, ഫോക്കസ് ഗ്രൂപ്പ്, ഡിസ്കഷൻ, കണ്ടൻറ് അനാലിസിസ്. അപ്പോൾ ഇങ്ങനെ 11 മെത്തേഡ്സാണ് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ എത്ര മെത്തേഡ്സ് ഉണ്ട്, അതിൽ വിച്ച് വൺ വി ചൂസ്ഡ്. ഇപ്പോൾ ചോയ്സ് ഓഫ് ദ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ റിസർച്ചർക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് വിച്ച് ഓഫ് ദ എബവ് മെത്തേഡ്സ് ആർ ടു ബി സെലക്റ്റഡ്. അപ്പോൾ ഇത്രയും മെത്തേഡ്സ് നിന്ന് 1 or more മെത്തേഡ്സ് ഹാവ് ടു ബി ചൂസൺ. അപ്പോൾ അതിൻ്റെ എലക്ഷൻ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ് അപ്പോൺ ദ സം ഫാക്ടേഴ്സിൻ്റെ ബേസിലാണ് നമ്മളിത് തീരുമാനിക്കുന്നത്. അതിലൊന്നാമത് നാച്ചർ ഓഫ് ദ സബ്ജക്ഷൻ മാറ്റർ അണ്ടർ സ്റ്റഡി. നമ്മുടെ സ്റ്റഡിയുടെ സബ്ജക്റ്റ് മാറ്റർ എന്താണോ ആ മാറ്ററിനനുസരിച്ചാണ് നമ്മൾ ഇതിൽ ഏത് യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇഫ് ദ സ്റ്റഡി ഈസ് റിലേറ്റഡ് വിത്ത് ഒപ്പീനിയൻ ഓർ പ്രിഫറൻസ് ഓഫ് ഇൻഡിവിജ്വൽ, ഇറ്റ് ഈസ് ബെറ്റർ ടു ചൂസ് ഇൻ്റർവ്യൂ ഓർ മെയിലിംഗ്. അപ്പോൾ നമ്മുടെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഒപ്പീനിയൻ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ പ്രിഫറൻസ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സർവേ ആണ് നമ്മൾ, അല്ലെ സ്റ്റഡി ആണെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യുന്നത് നല്ലത്, ഇൻ്റർവ്യൂ അല്ലെ മെയിലിംഗ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ലെവൽ ഓഫ് ഇൻഡിപെൻഡൻസും ഇതിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റേഷൻ ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ബെറ്റർ ടു ചൂസ് ഇമ്പാക്റ്റ് സ്റ്റഡി. എക്സ്പെരിമെൻറ്റേഷൻ ടൈപ്പ് ആണെങ്കിൽ ഇമ്പാക്റ്റ് സ്റ്റഡിയാണ് നല്ലത്. ബിഹേവിയറൽ പാറ്റേൺ ആണെങ്കിൽ ഒബ്സർവേഷനാണ് നല്ലത്. അപ്പോൾ അങ്ങനെ നാച്ചർ ഓഫ് സബ്ജക്റ്റ് മാറ്റർ നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് മാറ്ററിൻ്റെ നാച്ചർ എന്താണോ അതിൻ്റെ ബേസിൽ നമുക്ക് ഇങ്ങനെ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് എൻക്വയറിയാണ്. ഇഫ് ദ യൂണിറ്റ് ഓഫ് എൻക്വയറി ഈസ് ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡ്, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂ ചൂസ് ചെയ്യണം. അതായത് നമ്മളൊരാളെയാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡിനെ ഇപ്പോൾ ഒരു നമ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ എടുക്കുന്നതാണ് നല്ലത്. ഡാറ്റ ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻ മേ ബി കളക്റ്റഡ് ബൈ മെയിൽ സർവേ. ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മൊത്തമായിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്കത് മെയിൽ സർവേ എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ കമ്മ്യൂണിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡി ആണെങ്കിൽ അവിടെ ഒബ്സർവേഷനാണ് നല്ലത്. അടുത്തത് ദ സൈസ് ഓഫ് സാമ്പിളാണ്. അപ്പോൾ സാമ്പിൾ കുറച്ച് മതിയെങ്കിൽ ഏരിയ കവേർഡ്, സോളിഡ്, ഇൻ്റർവ്യൂയിങ് ഈസ് പ്രിഫറബിൾ. അപ്പോൾ നമുക്ക് ചെറിയ സാമ്പിൾ ആണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും പ്രിഫറബിൾ ആവുന്നത്. ലാർജ് സാമ്പിൾസ് ആണെങ്കിൽ നമുക്ക് എല്ലായിടത്തും പോയി ഇൻ്റർവ്യൂ നടത്തുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ ലാർജ് സാമ്പിൾസ് ആണെങ്കിൽ അതും പല സ്ഥലങ്ങളിലായിട്ട് സ്കാറ്റർ ചെയ്താണെങ്കിൽ മെയിലിംഗ് ആണ് പ്രിഫറബിൾ. ദെൻ സ്കെയിൽ ഓഫ് സർവേ. ഇപ്പോൾ ലാർജ് സ്കെയിൽ സർവേ റിക്വയർസ് മെയിലിംഗ് ഓർ ഇൻ്റർവ്യൂയിങ് ത്രൂ ട്രെയിൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോൾ സ്കെയിൽ ഓഫ് സർവേൻ്റെ ബേസിൽ ലാർജ് സ്കെയിൽ സർവേ ഒക്കെ ആണെങ്കിൽ നമുക്കൊന്നുകിൽ മെയിലിംഗ് അല്ലെങ്കിൽ ട്രെയിൻഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ത്രൂ ഇൻ്റർവ്യൂ നടത്തുന്നതാണ് നല്ലത്. ദെൻ റെസ്പോണ്ടൻസ് എഡ്യൂക്കേഷണൽ ലെവൽ. ഇപ്പോൾ സിമ്പിൾ ഡാറ്റ എഡ്യൂക്കേറ്റഡ് റെസ്പോണ്ടൻസ് ആണെങ്കിൽ മെയിൽ സർവേ ആണ് സ്യൂട്ടബിൾ. അതായത് എഡ്യൂക്കേറ്റഡ് റെസ്പോൺസിൻ്റെ ഇടയിൽ നിന്ന് സിമ്പിൾ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നെങ്കിൽ മെയിൽ സർവേ ആണ് നല്ലത്. ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ് ആണെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമേ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്, കാരണം അവരോട് നേരിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് ദ ടൈപ്പ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇൻഫർമേഷൻ ടു ബി കളക്റ്റഡ്. ഫോർ കളക്ടിങ് ഫാക്ച്വൽ ആൻഡ് നോൺ ഇമോഷണൽ ഡാറ്റ, ഇൻ്റർവ്യൂയിങ് ഓർ മെയിലിംഗ് ഈസ് സ്യൂട്ടബിൾ. അതായത് ടൈപ്പ് ആൻഡ് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷനാണ് കളക്ട് ചെയ്യുന്നതെന്നുള്ള ബേസാണ് ഇത്. അപ്പോൾ ഫാക്ച്വലായിട്ടും നോൺ ഇമോഷണൽ ആയിട്ടുള്ള ഡാറ്റ ആണെങ്കിൽ ഇൻ്റർവ്യൂയിങ് അല്ലെങ്കിൽ മെയിലിംഗ് ആണ് സ്യൂട്ടബിൾ. ഒരു ഇൻഡെപ്ത് സ്റ്റഡി ആണെങ്കിൽ ഇൻഡെപ്ത് ഇൻ്റർവ്യൂ ആണ് എസെൻഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ ലൈഫ് സ്റ്റൈലും അതുപോലെ കൾച്ചർ, കസ്റ്റംസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡാറ്റയാണെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ ഒബ്സർവേഷനാണ് നമുക്ക് നല്ലത്. ഒബ്സർവേഷൻ മെത്തേഡാണ് നല്ലത്. പിന്നെ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് പേഴ്സണൽ, അത് ഇതിനെ ബാധിക്കുന്നതാണ്. റിക്വയർഡ് അക്യുറസി, അപ്പോൾ അത്രയും അക്യുറസി ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ മെത്തേഡാണ് സ്യൂട്ടബിൾ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏത് മെത്തേഡ് സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ ബാധിക്കുന്നത്. ദെൻ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ മെത്തേഡിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് പഠിക്കുകയാണ്. ഒബ്സർവേഷൻ ഈസ് എ ക്ലാസിക് മെത്തേഡ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി. Observation is one of the important methods of acquiring knowledge in social and physical science.
ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ടു എനി സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഓർ റിസർച്ച്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. സോഷ്യൽ ആൻഡ് ഫിസിക്കൽ സയൻസിലൊക്കെ ഏറ്റവും കൂടുതൽ നോളജ് അക്വയർ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. അതുപോലെ എന്ത് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനോ റിസർച്ചിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. വാച്ചിങ് ടെസ്റ്റ് സബ്ജക്റ്റ് വിത്തൗട്ട് ഇൻട്രാക്ടിങ് വിത്ത് ദം, ദർ ഈസ് നോ വെർബൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ റെസ്പോണ്ടൻസ്. അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അവരെ വാച്ച് ചെയ്യണം. അവരുമായിട്ട് ഒരു ഇൻട്രാക്ഷനും ഇല്ലാതെ, അവർ കാണാതെ അവരെ വാച്ച് ചെയ്യുക. അതുപോലെ അവരുമായിട്ട് ഒരു വെർബൽ കമ്മ്യൂണിക്കേഷനും ഇല്ല റെസ്പോണ്ടൻസുമായിട്ട്. അതിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അവർ കാണാതെ അവരെ നിരീക്ഷിക്കുക, അതാണ് ഒബ്സർവേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ റെക്കോർഡിംഗ് ഓഫ് ഡാറ്റ ആസ് ദേ കം ടു ദ നോട്ടീസ് ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഓർ റിസർച്ചർ. അതായത് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കാണുന്നു, അവരെപ്പറ്റി എന്ത് നമുക്ക് മനസ്സിലാവുന്നു, അത് റെക്കോർഡ് ചെയ്യുക, അതാണ് ഒബ്സർവേഷൻ. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ കെയർഫുൾ ആൻഡ് സിസ്റ്റമാറ്റിക് വാച്ചിങ് ഓഫ് ഫാക്ട് ആസ് ദേ ഒക്കർ ഇൻ ദ കോഴ്സ് ഓഫ് നാച്ചർ. And concise Oxford Dictionary define observation as accurate watching and noting of phenomena as they occur in nature with regard to cause and effect or mutual relations. അതൊരു ഡെഫിനിഷനാണ്. പിന്നെ വേറൊന്ന് പറയുന്നുണ്ട്, എ സിസ്റ്റമാറ്റിക് വ്യൂയിങ് ഓഫ് സ്പെസിഫിക് ഫിനോമിനൻ ഇൻ ഈസ് എ പ്രോപ്പർ സെറ്റിംഗ് ഫോർ ദ സ്പെസിഫിക് പർപ്പസ് ഓഫ് ഗ്യാതറിംഗ് ഡാറ്റ ഫോർ എ പെർട്ടിക്കുലർ സ്റ്റഡി. ഇതിൻ്റെ ഡയറക്റ്റ് ഒബ്സർവേഷൻ്റെ സ്കോപ്പ് ലിമിറ്റഡ് ആണ്. അക്യുറേറ്റ് ഡാറ്റ ഒബ്സർവേഷനിൽ കൂടെ നമുക്ക് കിട്ടും. അതുപോലെ ഫ്രീ ഓഫ് ബയാസ് ആണ്. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ കണ്ടിന്യൂസ്ലി കളക്ടിങ് ഡാറ്റ അബൌട്ട് റൂട്ടീൻ കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ള കൺസ്യൂമർ ബിഹേവിയറിനെ പറ്റി നമുക്ക് പഠിക്കാനൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയി നമുക്ക് അയാളെ തന്നെ എന്ത് ചെയ്യാം, വാച്ച് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റിയാണ്. ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മൾ വർക്ക് ചെയ്യണം ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇറ്റ് ഈസ് സെലക്റ്റീവ്. അപ്പോൾ നമ്മൾ എവിടെയാണ് എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, എന്ത് റേഞ്ച് ഓഫ് തിങ്സ് ആണ് ഒബ്സർവ് ചെയ്യേണ്ടതെന്നൊക്കെ റിസർച്ചർ സെലക്ട് ചെയ്യണം. ഇറ്റ് ഈസ് ഡൺ ഓൺ ദ ബേസ് ഓഫ് നാച്ചർ, സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി. അപ്പോൾ നമ്മുടെ സ്റ്റഡിയുടെ നാച്ചർ, സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സിൻ്റെ ഒക്കെ ബേസിലാണ് ഇത് നിൽക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പർപ്പസീവ് ആൻഡ് നോട്ട് ഫോമൽ. ഒരു പർപ്പസീവ് ആണ്, നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇൻഫോർമൽ അല്ല, അത് ഫോർമലാണ്. It grasps the significant event and occurrences that affect the social relations of the participants. അതായത് സിഗ്നിഫിക്കൻ്റ് ഈവൻസിനെ ഒക്കെ ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ സോഷ്യൽ റിലേഷൻ ഓഫ് പാർട്ടിസിപ്പൻസിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് എക്സാക്റ്റ് ആയിരിക്കും. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾസ് ഓഫ് റിസർച്ച് സച്ച് ആസ് ഒബ്സർവേഷൻ ഷെഡ്യൂൾ, സോഷ്യൽ മെട്രിക് സ്കിൽ. നമുക്ക് തോന്നുന്ന പോലെ എന്തെങ്കിലും എഴുതി വെക്കില്ല. അത് അത്രയും സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഒബ്സർവേഷൻ ഷെഡ്യൂൾ, സോഷ്യോ മെട്രിക് സ്കെയിൽ എക്സെട്ര. ഇനി ഒബ്സർവേഷൻ്റെ ടൈപ്സ് ആണ്. കുറേ ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്. അതിലെ ഒന്നാമത്തതാണ് സിമ്പിൾ ആൻഡ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. ഇപ്പോൾ ഒബ്സർവേഷന് കുറേ ടൈപ്പ് ഉണ്ട്. അതിലൊന്നാമത്താണ് സിമ്പിൾ ആൻഡ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. Observation is done to collect data at exploratory stages of research is termed as simple observation. അപ്പോൾ നമ്മൾ അതിൻ്റെ റിസർച്ചിൻ്റെ എക്സ്പ്ലോറേറ്ററി സ്റ്റേജിലാണ് നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ ഈസ് നോൺ ആസ് സിമ്പിൾ ഒബ്സർവേഷൻ. അതായത് എക്സ്പ്ലോറേറ്ററി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ശരിക്കുള്ള റിസർച്ച് അല്ല, നമ്മൾ മാക്സിമം ഡാറ്റ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ്. അപ്പോൾ അതിനാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്പ്ലോറേറ്ററി സ്റ്റേജസ് ഓഫ് റിസർച്ചിലാണ് നമ്മൾ ഡാറ്റ ഒബ്സർവേഷൻ നടത്തുന്നതെങ്കിൽ അതിനാണ് സിമ്പിൾ ഒബ്സർവേഷൻ എന്ന് പറയാം. ഇനി സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ്, അതുപോലെ ട്രെയിനിങ് ടു ഒബ്സർവേഴ്സ്, ഷെഡ്യൂൾസ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് അതർ ഡിവൈസസ് ടു കൺട്രോൾ ഒബ്സർവേഴ്സ് ആർ എംപ്ലോയ്ഡ്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. ഇങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ആൻഡ് രണ്ടാമത്തെ മെത്തേഡ് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ. ഇഫ് വൺ ഒബ്സർവ്സ് വൺസ് ഓൺ ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ. ഇപ്പോൾ ഒരാളുടെ പെട്ടെന്നുള്ള എക്സ്പീരിയൻസ് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയാം, സെൽഫ് ഒബ്സർവേഷൻ എന്ന് പറയാം. അതായത് ഒരാൾ നമ്മളുടെ തന്നെ ആ ഒരു ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കുക, അതാണ് സബ്ജക്റ്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ സെൽഫ് ഒബ്സർവേഷൻ എന്ന് പറയാം. ആൻഡ് വെൻ എ പേഴ്സൺ ഒബ്സർവ്സ് തിങ്സ് ഇൻ ഇൻവെസ്റ്റിഗേഷൻസ് വിച്ച് ആർ നോട്ട് റിലേറ്റഡ് വിത്ത് ഹിം ഈസ് കോൾഡ് ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ. ഒരാൾ അയാളുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അയാളുമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ ആണ് പറയാം. അപ്പോൾ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസ്, ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇയാളുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഒബ്സർവേഷൻ.
നെക്സ്റ്റ് മൂന്നാമത്തത് കാഷ്വൽ ആൻഡ് സയൻറ്റിഫിക് ഒബ്സർവേഷനാണ്. ഇൻ കാഷ്വൽ ഒബ്സർവേഷൻ ദർ ഇസ് നോ പ്രീവിയസ് പ്രിപ്പറേഷൻ. കാഷ്വലായിട്ട് നമ്മളങ്ങനെ പ്രത്യേക പ്ലാനൊന്നും ചെയ്യാതെ തന്നെ നേരിട്ട് പോയി പെട്ടെന്ന് ചെയ്യുന്നതിനാണ് കാഷ്വൽ ഒബ്സർവേഷൻ. ഇൻവെസ്റ്റിഗേറ്റർ ഒബ്സർവ്സ് തിങ്സ് ആസ് എ മാറ്റർ ഓഫ് ചാൻസ്. നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടി, നമ്മളത് ചെയ്തു. ആ ഒരു രീതിയിലാണ് കാഷ്വൽ ഒബ്സർവേഷൻ. ദാറ്റ് മീൻസ് ഹി ഒബ്സർവ് ദ റൈറ്റ് തിങ് അറ്റ് റൈറ്റ് ടൈം. ഇഫ് ഒബ്സർവേഷൻസ് ആർ കാരിഡ് ഓൺ ദ ബേസ് ഓഫ് സർട്ടൻ മെഷർമെൻറ്റ് ടൂൾസ് ഇറ്റ് ഈസ് കോൾഡ് സയൻറ്റിഫിക്. നമ്മൾ മെഷർമെൻറ്റ് ടൂളൊക്കെ യൂസ് ചെയ്ത് വല്ല സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് സയൻറ്റിഫിക് ഒബ്സർവേഷൻ. ദെൻ ഇൻട്രാ സബ്ജക്റ്റീവ് ആൻഡ് ഇൻ്റർ സബ്ജക്റ്റീവ് ഒബ്സർവേഷനാണ് അടുത്തത്. ഇഫ് റിപ്പീറ്റഡ് ഒബ്സർവേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് phenomenon is done by the same investigator which yield constant result, it is known as intrasubjective observation. നമ്മൾ ഒരു കാര്യത്തിനെ, ഒരു ഫിനോമിനെ തന്നെ റിപ്പീറ്റ് ചെയ്യുക, ഒബ്സർവേഷൻ റിപ്പീറ്റ് ചെയ്യുക, അതിനെ സെയിം ഇൻവെസ്റ്റിഗേറ്റർ, അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിസർച്ചാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനത്തെ ടൈപ്പിനെയാണ് ഇൻട്രാ സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇഫ് റിപ്പീറ്റഡ് ഒബ്സർവേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫിനോമിനൻ ബൈ ഡിഫറെൻറ്റ് ഒബ്സർവേഴ്സ് yield constant data, such observation is called നോൺ ആസ് ഇൻട്ര സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ. അപ്പോൾ ഒബ്സർവേഷൻ റിപ്പീറ്റ് ചെയ്യാണ് ഒരേ കാര്യത്തിൻ്റെ മുകളിൽ ബൈ സെയിം ഇൻവെസ്റ്റിഗേറ്റർ, അതിനെയാണ് നമ്മൾ ഇൻട്രാ സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി ഒബ്സർവേഷൻ ഒരു കോൺസ്റ്റൻറ്റ് സബ്ജക്റ്റിനെ പറ്റിയുള്ള റിപ്പീറ്റഡ് ഇൻഫർമേഷൻ ചെയ്യാണ്, പക്ഷേ അത് ആരാണ്? ബൈ ഡിഫറെൻറ്റ് ഒബ്സർവേഴ്സ് ആണെങ്കിലാണ് അതിന് നമ്മൾ എന്ത് പറയുക? ഇൻ്റർ സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ. അതാണ് ഫോർത്ത് വൺ. ദെൻ ഫിഫ്ത്ത് വൺ ഫാക്ച്വൽ ആൻഡ് ഇൻഫറൻഷ്യൽ ഒബ്സർവേഷൻ ആണ്. ഈ ഫാക്ച്വൽ ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ് ത്രൂ ഒബ്സർവേഷൻ ഇറ്റ് ഈസ് നോൺ ആസ് ഫാക്ച്വൽ. ഫാക്ച്വൽ പേരുടെ ഫാക്ച്വലായിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ ഫാക്ച്വൽ ഒബ്സർവേഷനും, അതായത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പീക്ക് പീരീഡ്, ഫാക്ച്വലായിട്ടുള്ള അത്രയും കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇൻഫറൻഷ്യൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഡൺ ടു ഡ്രോ ഇൻഫറൻസ്, നമുക്ക് കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ഇൻഫറൻസസ് ഒക്കെ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്നതെങ്കിൽ അതിനെ ഇൻഫറൻഷ്യൽ ഒബ്സർവേഷൻ എന്നാണ് പറയാം. ദെൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. ഡയറക്റ്റിൽ എന്തായിരിക്കും? ഒബ്സർവർ ഈ ഫിസിക്കലി പ്രസൻറ്റ് ടു ഒബ്സർവ് ദ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഹി പേഴ്സണലി മോണിറ്റേഴ്സ് ദി സിറ്റുവേഷൻ. റിസർച്ചർ ആക്ച്വലി വാച്ച് ബിഹേവിയർ ആസ് ഇറ്റ് ഒക്കേഴ്സ് ആൻഡ് റിപ്പോർട്ട്സ് വാട്ട് ദേ സീ. മേ ബി ഒബ്ട്രൂസീവ് ഓർ അൺഡിസ്ഗൈസ്ഡ്. അപ്പോൾ അവർക്ക് അവെയർ ദേ ആർ ബീയിങ് ഒബ്സർവ്ഡ്, അവർക്ക് അറിയാം അവർ ഒബ്സർവ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് അവർക്ക് അറിയാം. ഇപ്പോൾ ഡയറക്റ്റ് ഒബ്സർവേഷനിൽ ഒബ്സർവർ നേരിട്ട് തന്നെ ഫിസിക്കലി അവിടെ പ്രസൻ്റ് ആണ്, എന്നിട്ട് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഒബ്സർവ് ആണ്, അതിനാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പേഴ്സണലി അയാൾ അത് അവിടെ മോണിറ്റർ ചെയ്യും, അത് എന്താണോ അയാൾ അവിടെ കാണുന്നത് അത് റിപ്പോർട്ട് ചെയ്യും. അത് റെസ്പോണ്ടൻസ് അവർ അറിയുന്നതാണെങ്കിലും അല്ലെങ്കിലും. ആൻഡ് അവെയർ ആയിട്ടുള്ളതുണ്ടാവും, അൺഅവെയർ ആയിട്ടുള്ളതുണ്ടാവും. ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് ചിലപ്പോൾ അറിയാമായിരിക്കാം, ചിലപ്പോൾ തീരെ അറിയില്ലായിരിക്കാം. അപ്പോൾ ഈ രണ്ട് കേസിലും ഇങ്ങനെ ചെയ്യും. ദെൻ വെൻ ഒബ്സർവേഷൻ ഈസ് ഡൺ ബൈ യൂസിങ് മെക്കാനിക്കൽ ഡിവൈസസ് സച്ച് ആസ് ഐ ക്യാമറ, ക്ലോസ് സർക്യൂട്ട് TV, CCTV ഇല്ലേ, അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ്, ഇങ്ങനെ ഐ ക്യാമറയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ടൈംഡ് ആസ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. Hence the researchers observe the result of behavior rather than the actual behavior. അപ്പോൾ നേരിട്ട് തന്നെ ചെയ്യുന്നതിന് ഡയറക്റ്റൊന്നും, ഈ മെക്കാനിക്കൽ ഡിവൈസസ് ആയിട്ടുള്ള ഐ ക്യാമറ, ക്ലോസ് സർക്യൂട്ട് TV ഒക്കെ യൂസ് ചെയ്യുന്നതിന് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയാം. ബിഹേവിയർ ആക്ച്വൽ ബിഹേവിയറിനേക്കാളും കൂടുതലായിട്ട് ഇവരുടെ ബിഹേവിയറാണ് ഇവിടെ റിസർച്ച് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തത് പാർട്ടിസിപ്പൻ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ആണ്. വെൻ ദ ഒബ്സർവർ പാർട്ടിസിപ്പേറ്റ്സ് വിത്ത് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പ് അണ്ടർ സ്റ്റഡി ഇറ്റ് ഈസ് നോൺ ആസ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. നമ്മൾ പഠിക്കുന്ന ആ ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസിൽ നമ്മൾ ഒബ്സർവറും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും പറയുന്നുണ്ട്. ആൻഡ് ദ ഒബ്സർവർ പെനട്രേറ്റ്സ് ഇൻ ടു തോട്ട്, ഇമോഷൻ ആൻഡ് ആക്ഷൻസ് ഓഫ് ദ ഒബ്സർവ് ഗ്രൂപ്പ്. അപ്പോൾ എല്ലാം ആ ഗ്രൂപ്പിൽ തന്നെ ഒരാളെ നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്യുന്നു. ആൻഡ് വെൻ ദ ഒബ്സർവർ ഡസ് നോട്ട് ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ് ടു ബി സ്റ്റഡീഡ് ബട്ട് സിംപ്ലി പ്രസൻറ്റ് ഇൻ ദ ഗ്രൂപ്പ് ഇറ്റ് ഈസ് നോൺ ആസ് നോൺ പാർട്ടിസിപ്പൻ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഇത് അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ഈ ആക്ടിവിറ്റീസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ജസ്റ്റ് ഒരു മെമ്പർ മാത്രമായി നിൽക്കുക, അങ്ങനെയാണെങ്കിൽ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയാം. ഹിയർ ഹി ഗീവ്സ് ഹിംസെൽഫ് ആസ് എ ഡിസ്കണക്റ്റഡ് അംബാസഡർ ആൻഡ് ഒബ്സർവ്സ് ദി ഹിംസെൽഫ്. ഒബ്സർവേഷൻ
does not take any effort to create relationship with the group. Then structured and unstructured observation ആണ്. പേര് തന്നെ ഉണ്ട്. സ്ട്രക്ചേർഡ് ഒബ്സർവേഷനിൽ ദർ ഇസ് കെയർഫുൾ ഡെഫിനിഷൻ ഓഫ് യൂണിറ്റ്. ഏതൊക്കെയാണ് ഇതിൻ്റെ യൂണിറ്റ്, അതിൻ്റെ എല്ലാ ഡെഫിനിഷൻസും ഒബ്സർവ് ചെയ്യാനുള്ള ഏതൊക്കെയാണ് യൂണിറ്റ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, എന്തൊക്കെ ഇൻഫർമേഷനാണ് റെക്കോർഡ് ചെയ്യുന്നത്, സെലക്ഷൻ ഓഫ് റെലവൻറ്റ് ഡാറ്റ ഫോർ ഒബ്സർവേഷൻ എങ്ങനെയാണ്, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് കണ്ടീഷൻസ് ഓഫ് ഒബ്സർവേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ആൻഡ് ഒബ്സർവേഴ്സ് റെക്കോർഡ് ഓൺലി സർട്ടൻ വെൽ ഡിഫൈൻഡ് ബിഹേവിയർ typically on a checklist or standardized form. That behavior not listed on the form would not be recorded. അപ്പം ഒന്നുമില്ല, സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ആണെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിലാണ് ചെയ്യുക. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകത ഒന്നും വെക്കാതെ അന്നേരം എന്താണോ ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യുന്നതിനാണ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ദെൻ കൺട്രോൾഡ് ഒബ്സർവേഷൻ ആൻഡ് നോൺ കൺട്രോൾഡ് ഒബ്സർവേഷനാണ്. കൺട്രോൾഡ് ഒബ്സർവേഷൻ ആണെങ്കിൽ പ്രീ അറേഞ്ച്ഡ് പ്ലാൻ പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് സെറ്റ് ചെയ്ത് വെക്കും. ഇതിൽ മെക്കാനിക്കൽ എയ്ഡ്സ് ഫോർ ഒബ്റ്റെയിനിങ് ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്, മെക്കാനിക്കൽ ഡിവൈസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കണ്ടീഷൻസൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നുണ്ട്. ഇൻ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ ആവുന്ന സമയത്ത് ദർ ഇസ് നോ പ്രീ അറേഞ്ച്ഡ് പ്ലാൻ ഒന്നുമില്ല. നോ ഫോർമൽ മെക്കാനിക്കൽ ടൂൾസ് ആർ യൂസ്ഡ് ഫോർ ഒബ്സർവേഷൻ. അങ്ങനത്തെ ഫോർമൽ മെക്കാനിക്കൽ ടൂൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ മെക്കാനിക്കൽ ടൂൾസ് ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. സ്റ്റാൻഡർഡൈസിങ് ഒന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ വേറെ പേരാണ് സിമിലർ നാച്ചുറൽ ഒബ്സർവേഷൻ. ഒബ്സർവ് വിസിറ്റ് ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ഫിനോമിന ഇൻ ഓർഡർ ടു ഒബ്സർവ് തിങ്സ്. ഇത്രയാണ് ഒബ്സർവേഷൻ്റെ ടൈപ്സ്. ആൻഡ് കമ്പണൻസ് ഓഫ് ഓർ പ്രോസസ് ഓഫ് ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ ഇൻവോൾവ്സ് 3 കമ്പണൻസ്. ഏതൊക്കെയാണ്? സെൻസേഷൻ, അറ്റൻഷൻ ആൻഡ് പെർസെപ്ഷൻ. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഒബ്സർവേഷൻ ആണ്. ഇറ്റ് ഈസ് ഗെയിൻഡ് ത്രൂ സെൻസ് ഓർഗൻസ്. നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്ന് കിട്ടുന്ന കളക്ഷനാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫിസിക്കൽ അറ്റൻറ്റീവ്നെസ് ആൻഡ് കീൻനെസ് ഓഫ് ദ ഒബ്സർവർ. ഇപ്പോൾ ഒബ്സർവറുടെ ഫിസിക്കൽ അറ്റൻറ്റീവ്നെസ്സും കീൻനെസ്സും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇത് നിൽക്കുന്നത്. The personality of the observer is more responsible for accurate observations. Then attention ആണ്. It depends upon the ability of the researcher to concentrate on concerned studies. ഏതെങ്കിലും കൺസേൺ സ്റ്റഡിയിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. അതിൻ്റെ മുകളിലാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ഈസ് ലാർജ്ലി ഈസ് മാറ്റർ ഓഫ് വിൽ പവർ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ആഡിക്വേറ്റ് ട്രെയിനിങ്, എക്സ്പീരിയൻസ് എക്സെട്ര. അപ്പോൾ കോൺസെൻട്രേഷൻ അത്രയും വേണമെങ്കിൽ മാറ്റർ ഓഫ് വിൽ പവർ തന്നെയാണ്. അത് ആഡിക്വേറ്റ് ട്രെയിനിങ്ങും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. Then perception. It comprises the interpretation of sensory reports. സെൻസറി റിപ്പോർട്ട്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സെൻസ് ഓർഗൻസിൽ കൂടെ പല കാര്യങ്ങളും നമ്മൾ അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഇൻ്റർപ്രിട്ടേഷൻ നടക്കുക. അതാണ് പെർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ മൈൻഡ് ടു റെക്കഗ്നൈസ് ദ ഫാക്റ്റ് ബൈ ഗ്രൂപ്പിംഗ് ആൻഡ് underlying sensations. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ റിസർച്ചർ ഈസ് കളക്ടിങ് ഒബ്സർവ്ഡ് ഇൻഫർമേഷൻ റദർ ദാൻ ഡാറ്റ കളക്ടിങ് ടു ഇൻറ്റൻഷൻ ഓർ പ്രിഫറൻസ്. അപ്പോൾ കറക്റ്റ് ഒബ്സർവ്ഡ് ഇൻഫർമേഷനാണ് കളക്ട് ചെയ്യുന്നത്. നേരിട്ടുള്ള ഒബ്സർവ്ഡ് ആണ്, അല്ലാതെ വേറെ ഒരു ഇൻറ്റൻഷന് പ്രിഫറൻസിനൊന്നും ബേസിലില്ല. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ആൻഡ് ദ ആക്ച്വൽ ആക്ഷൻസ് ഓർ ഹാബിറ്റ്സ് ഓഫ് പേഴ്സൺസ് ആർ ഒബ്സർവ്. ശരിക്കുള്ള അവരുടെ ആക്ഷൻസൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്ത് എടുക്കാൻ പറ്റും. ആൻഡ് റീകോൾ എറേഴ്സ്
കുറവായിരിക്കും, അവിടെ റെഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. And there is a reduction or elimination of recall error. It can obtain information from those who are unable to effectively communicate in written or oral form. ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്തിരിക്കാൻ ഇൻഫർമേഷൻസ് എവിടെ നിന്നൊക്കെയാണോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് അങ്ങനത്തെ ഒക്കെ നമുക്ക് ഇതിൽ കൂടെ കിട്ടും. ആൻഡ് ദർ മേ ബി നോ ബെറ്റർ വേ ടു ഗ്യാദർ ഇൻഫർമേഷൻ ദാൻ ത്രൂ ഒബ്സർവേഷൻ. ഒബ്സർവേഷനിൽ അല്ലാതെ വേറൊരു ബെറ്റർ വേ ഇല്ല ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ള. And the method is applicable when it is undesirable for people to know the experiment is taking place, since their action would change and the experiment would be spoiled. അപ്പോൾ അൺഡിസൈറബിൾ ആണ്, ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ മാത്രമേ ഇത് സ്യൂട്ടബിൾ ആവുള്ളൂ. അവർക്ക് അറിയെങ്കിൽ അവർ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യും. അപ്പോൾ അവർ അറിയാതെ തന്നെ ചെയ്യണം. ഇറ്റ് പ്രൊവൈഡ്സ് വൺ ഓഫ് ദ മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, എസ്പെഷ്യലി അണ്ടർ ദ സർക്കംസ്റ്റാൻസസ് വേർ അതർ മെത്തേഡ്സ് മേ നോട്ട് ബി ഫീസിബിൾ. മറ്റുള്ള മെത്തേഡ്സ് ഒക്കെ ഫീസിബിൾ ആകാത്ത കേസിൽ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. റിസൾട്ട് ഓഫ് ഒബ്സർവേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്കിൽ ഓഫ് ഒബ്സർവറാണ്. ഒബ്സർവറുടെ സ്കില്ലിനനുസരിച്ചാണ് ഇതിൻ്റെ റിസൾട്ടിൻ്റെ ആ ഒരു പോസിറ്റീവ്നെസ് വരുന്നത്. ആൻഡ് ഒപ്പീനിയൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് കനോട്ട് ബി ഒബ്റ്റൈൻഡ് ബൈ ഒബ്സർവേഷൻ. ഓരോരുത്തരുടെ ഒപ്പീനിയനും ആറ്റിറ്റ്യൂഡും ഒബ്സർവേഷനിൽ കൂടി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഫോംസ് ഓഫ് ബിഹേവിയർ, അതായത് ഫ്രീക്വൻസി ഓഫ് എ പേഴ്സൺസ് പർച്ചേസ്, ടെമ്പിൾ ഗോയിങ്, സ്മോക്കിംഗ് ആൻഡ് ക്രോസിംഗ് റോഡ്സ് കനോട്ട് ബി ഒബ്റ്റൈൻഡ് ബൈ വൺ ടൈം ഒബ്സർവേഷൻ ബട്ട് ബൈ എ കണ്ടിന്യൂസ് ആൻഡ് ലെങ്തി പീരീഡ് ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു പ്രാവശ്യം ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടണമെന്നില്ല. ആ സമയത്ത് നമ്മളെല്ലാം ചെയ്യുന്ന പോലെ ഒരു സമയത്ത് ചെയ്യണമെന്നില്ല. അപ്പം അതിന് ഒരു എഫിഷ്യൻസി കൂടണമെങ്കിൽ കുറേ പ്രാവശ്യം എന്ത് ചെയ്യണം, അത് ആ ഒബ്സർവേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ഇറ്റ് വുഡ് ബി എക്സ്പെൻസീവ് ടു ടൈ എ പേഴ്സണൽ ഇൻ സച്ച് ടാസ്ക്. ചിലവ് കൂടുതലാണ്. ആൻഡ് ദ റിസർച്ചർ ഫൈൻഡിങ്സ് ആർ ലിമിറ്റഡ് ടു ദോസ് ഒബ്സർവ്ഡ്. ഒബ്സർവ് ചെയ്ത് മാത്രമേ നമുക്ക് ഫൈൻഡിങ്സ് കിട്ടുള്ളൂ. ആൻഡ് ദീസ് ടെക്നിക് ഡു നോട്ട് യൂഷ്വലി എക്സാമിൻ മോട്ടീവ് ഫോർ ഫീലിങ്സ് ടുവേർഡ് എ പെർട്ടിക്കുലർ ബിഹേവിയർ. അതുപോലെ തന്നെ techniques do not usually examine motives for or feelings toward particular behavior. പെർട്ടിക്കുലർ ബിഹേവിയറിൻ്റെ ഫീലിങ്സ് എത്രയാണെന്നുള്ളത് അത് എക്സാമിൻ ചെയ്യാനും പറ്റുന്നില്ല. ഡാറ്റ ഈസ് യൂഷ്വലി ആക്സെപ്റ്റഡ് ആസ് അക്യുറേറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓൾദോ സാമ്പിൾ സൈസസ് മേ ബി സ്മോൾ. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദോസ് observation accepted as accurate and objective although sample sizes may be small. അതായത് ആക്യുറേറ്റ് നമ്മൾ കുറച്ച് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അക്യുറസി നമുക്ക് എത്രത്തോളം ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദോസ് ഒബ്സർവ്ഡ് ഈസ് സസ്പെക്റ്റ്. അപ്പോൾ നമുക്കത് അതിനൊരു സംശയം ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. Then time and energy to implement the research can lead to fatigue and jeopardize accuracy. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ടൈം ആൻഡ് എനർജി ഒക്കെ എടുക്കണം. അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫാറ്റിക് ആവാനോ നമുക്ക് മടിയൊക്കെ വരാനൊക്കെ ഉള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡാണ് മെയിനായിട്ട് ഇപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്, പ്രൈമറി മെത്തേഡ് ഡാറ്റ കളക്ഷൻ്റെ. ഓക്കെ.